എല്ലാവർക്കും മല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മീററ്റിലെ ദീപാവലി ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇത് ദീപാവലി മേളയാണ്. രണ്ടിടത്തുണ്ടായിരുന്നു മേള. അപ്പോൾ അങ്ങോട്ട് രണ്ടിടത്ത് നമ്മളിങ്ങനെ പോയി. അവിടുത്തെ കാഴ്ചയും വിശേഷങ്ങളും ഒക്കെയാണ്. കുറച്ച് ലേറ്റായിപ്പോയി, പനിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. ഒട്ടകം കുതിരയല്ലേ ഇത്? ഒട്ടകം, ക്യാമൽ. ഒട്ടകം, ക്യാമൽ. ക്യാമൽ ആ ശരിക്കും ഒറിജിനൽ. നീ പണ്ട് കയറിയതല്ലേ അന്ന്? ആ അത് തന്നെ സാർ. നിക്ക അച്ഛാ വരട്ടെ. ഏത്? ആ ഈ ഒട്ടകത്തിന്റെ മണ്ടേ പോകുന്ന കുട്ടിയെ. അങ്ങനെ ഇവിടെ ഒട്ടകത്തിനെ കണ്ടു. മുത്ത ഒട്ടകത്തിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറി കേട്ടോ. കണ്ടപ്പം ഒരു രസം തോന്നിയിട്ട് കയറിയതാണ്. പക്ഷെ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഹൈറ്റ് അല്ലേ, അപ്പം അങ്ങനെ പേടിയായി. അവിടെ നിന്ന് കരയാനും ഒക്കെ തുടങ്ങി. എന്നിട്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അവനെ ഒന്ന് വട്ടം കറക്കി വേഗം ഇഞ്ഞ് കൊണ്ടുവന്നു. പിന്നെ ഇതിലൊക്കെ കയറി. കുട്ടികൾക്കൊക്കെ വളരെ രസമാണ്. അവർക്ക് കളിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു ഫുഡിൻ്റെയും. പിന്നെ ഇങ്ങനെ ഈ റിങ് എറിഞ്ഞ് വെച്ച സാധനങ്ങൾ വാങ്ങില്ലേ, നമ്പറിൽ സാധനത്തിലും കറക്റ്റാണ് വീണ് കഴിഞ്ഞാൽ സാധനം കിട്ടും. ആ കലാപരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ താമസിക്കുന്നതിനടുത്ത് തന്നെയായിരുന്നു ഈ മേള കേട്ടോ. പിന്നെ ദീപാവലിക്ക് വേണ്ടുന്നതായ സാധനങ്ങൾ, ഈ തോരണവും വിളക്കുകളും അങ്ങനെയൊക്കെയുള്ളത് ഇവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നിറയെ ഫുഡ് സ്റ്റാൾ ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേനും കുറേയൊക്കെ തീർന്നു, കുറേയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വൈകുന്നേരം ഒരു രസം. നമ്മുടെ നാട്ടിലിങ്ങനെ മേളകൾ ഒരു ഇത് തന്നെയാണ്. കുറേ സ്റ്റാളുകളും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതായിരുന്നു. പിന്നെ ഇവിടെ ആദ്യം നടന്നിട്ട് ഈ ഡാൻസ് പ്രോഗ്രാം ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഡാൻസ് പ്രോഗ്രാം സൈഡിൽ കാണുന്ന ഡാൻസ് പ്രോഗ്രാമാണ്. കുറേ പേരൊക്കെ കസേരയിട്ട് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും കുറച്ച് നേരം അവിടെ ഇരുന്ന് കണ്ടു. പിന്നെ ഇവിടെ ചെറുതായിട്ട് തണുപ്പൊക്കെ തുടങ്ങി സ്റ്റാർട്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പം എല്ലാവർക്കും പനിയൊക്കെ ആയത് കാരണമാണിത് എഡിറ്റ് ചെയ്തിടാൻ കുറേ ലേറ്റായിപ്പോയത്. നല്ല ഡാൻസായിരുന്നു കേട്ടോ, നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഇതിന് പാട്ടിടാത്തത് കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടിട്ടാണ് എല്ലായിടത്തും കളഞ്ഞത്. പിന്നെ അതിനുശേഷം നമ്മളിങ്ങി പോന്നു. പ്രോഗ്രാം കുറച്ച് നേരം കണ്ടതിന് ശേഷം പോരുമായിരുന്നു. വീട് താമസിക്കുന്നിടത്തും ബുദ്ധനൊക്കെ ഉണ്ട്. ബുദ്ധനെ കിട്ടിയില്ല. ഇവിടെയാണിത് നടക്കുന്നത്, ഈ ഒരു ഗ്രൗണ്ടിൽ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേയിൽ അടുത്ത പിന്നെ ഡാൻസ് സെയിം അതൊക്കെ തന്നെ കുറേ. പിന്നെ ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഒരു ഫ്രണ്ട്സിനൊപ്പമാണ് പോയത്. അപ്പോൾ 2 കൂട്ടരും കൂടെയാണ്. അപ്പോൾ ചേച്ചിക്ക് കുറച്ചൊക്കെ ഈ ദീപാവലിയുടെ ഐറ്റംസൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരതൊക്കെ വാങ്ങുമായിരുന്നു. ഇതൊക്കെയാണ് കേട്ടോ, ശുഭ ദീപാവലി എന്നാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഡോറിൻ്റെ ഇവിടെയൊക്കെ ഒട്ടിക്കുന്നതാണ് തോന്നുന്നു. അങ്ങനെ അവരതൊക്കെ വാങ്ങി. ഞാൻ കുഞ്ഞിന് കുറുക്ക് കൊടുക്കുന്ന ചെറിയ കുഴിയുള്ളത് ഈ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, അതിലെ കടോര അത് വാങ്ങിയത് 1-2 എണ്ണം. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു, തിരിച്ചു പോരുന്നു. അങ്ങനെയാണ് കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇത് സർക്കിൾ കണ്ടത് നറുക്കെടുപ്പ് സമ്മാനമൊക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് ദീപാവലിയുടെ അന്നാണ്, നമ്മളുടെ ദീപാവലിയുടെ അന്ന്. ഇവിടെ ഞാനിങ്ങനെ വിളക്കൊക്കെ വെച്ചു. പിന്നെ നമുക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു. അങ്ങനെ പുറത്ത് പോയി ദീപാവലിയുടെ അന്ന്. ബാക്കി കാഴ്ച നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പുറത്ത് പോയിട്ട് വന്നിട്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.